കോഫി ഡൈ ചെയ്ത പേപ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് സിമ്പിളായിട്ട് റെഡിയാക്കാം. വാട്ടർ കളർ കൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ പെയിൻറ്റിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രഷ് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ആ പെയിൻറ്റ് ബ്രഷ് കൊണ്ട് തന്നെ സർക്കിൾസും ലോലിപോപ്പിൻ്റെ ഡിസൈനൊക്കെ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ പശയുടെ ഒരു ചെപ്പിൽ സർക്കിളായ എന്തെങ്കിലും ചെപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ സർക്കിൾസ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇതുപോലത്തെ ഡിസൈൻ കിട്ടും. സെക്കൻഡ് പാറ്റേൺ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തേർഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ വെള്ളം പെട്ടെന്ന് വീണ പോലെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിച്ച പാറ്റേൺ പോലെ കിട്ടില്ല. അപ്പോൾ ഇത് ഡ്രൈ ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പാറ്റേൺ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് കേഴ്സീവിൽ എഴുതിയ കുറച്ച് കോട്ട്സ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടാവും ഞാനിവിടെ കേഴ്സീവിൽ എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ച് കോട്ട്സ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേഴ്സീവിൽ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ബോൾഡായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വിൻറ്റേജ് ലുക്ക് എന്ന് പറയുന്നത് കേഴ്സീവും ഇതുപോലത്തെ കോഫി ഡേ ചെയ്ത പേപ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ഇത് കേഴ്സീവിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ച പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു പേപ്പേഴ്സ് നമ്മൾ വാട്ടർ ടാപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്കെച്ച് കൊണ്ട് നല്ല രീതിയിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വീണ എഫക്റ്റ് നമുക്ക് കിട്ടും. ഞാനിവിടെ ഒരെണ്ണം വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം തുണിയും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ ബ്രഷ് ഒന്ന് പെയിൻ്റ് ആക്കിയിട്ട് ഞാനവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റത്തെ പാറ്റേൺ അല്ല അതിപ്പോൾ ഫസ്റ്റത്തെ പാറ്റേൺ പോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 5 പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, സിമ്പിളായിട്ട് വാട്ടർ കളർ കൊണ്ട് ചെയ്തെടുക്കാം.